ഇത്തിരി മണം ഇല്ല, മണം കിട്ടും, മണം. ഇതൊക്കെ നമ്മൾ ലയിച്ച് ടേസ്റ്റായിട്ട് പിടിച്ചു പോകും. ഓക്കെ അല്ലേ? സൂപ്പർ സാധനമാണിത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഒന്ന് ആരെയും കള്ളം പറയും, ഞാൻ കള്ളം പറയൂ. നിങ്ങൾ ഇത് കണ്ടോ, ഇത് കണ്ടോ, കണ്ടോ, ഇത് കണ്ടോ? കൈ ഉണക്കിക്കൊണ്ടിരിക്കുക. സാധനത്തിന് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് ഇതുപോലെ ഉണക്കുന്നുണ്ടെങ്കിൽ നിഴലിൽ ഉണക്കുക. വീട്ടിൻ്റെ അകത്ത് വെച്ചാൽ ഉണങ്ങിക്കോളും. ഒന്ന് കഴി കുടഞ്ഞെടുത്ത് വെച്ച് ഞാൻ ഉണങ്ങി ഉണങ്ങിക്കോളും കേട്ടോ. ഞാൻ ഇതാ കഴിക്കുന്നത്. ഞാൻ കഴിക്കുന്ന മരുന്നാണ് ഇത്. കിടില മരുന്നാണ്. അവിടെ കൈ കുടിച്ചാൽ മതിയെന്ന് കുടവേറെ വെക്കില്ല, ഒന്നും വെക്കില്ല. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. ചുമ, പനി, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല. ബ്ലഡ് ശുദ്ധീകരിക്കും. ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഇത്രയും കാര്യമുണ്ട് ഇതിനകത്ത്. വീഡിയോ മാക്സിമം ഷെയറായി കൊടുക്കുക. ഒത്തിരി പേർക്ക് പ്രശ്നമുണ്ട് അസുഖമില്ലെങ്കിൽ. കാരണം ചില ആൾക്കാരുണ്ടോ, ഞാൻ കണ്ട വീഡിയോ എൻ്റെ കുടവേർ എൻ്റെ ഊത്തുവേർ മാത്രം പറ്റിയാൽ മതി, അപ്പുറത്തുള്ള അവൻ്റെ അവളുടെ വയറ് പറ്റല്ലേ, അത് ഊരി ഊരി പെരുകി വേണം, വീഴ്ത്ത് പൊട്ടണം, ഇത് കണ്ടില്ലെങ്കിൽ രസിക്കണം, ചിരിക്കണം, ആഹ്ലാദിക്കണം. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. വീഡിയോ മാക്സിമം ഷെയർ ആകട്ടോ. അപ്പോഴൊക്കെ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് സ്ത്രീകളുടെ കുടവയർ. അതായത് ചില സ്ത്രീകൾക്ക് വയർ ബലൂൺ പോലെ ഉരുണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അവർക്ക് ഞാൻ മരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് യൂസാക്കി നല്ല വ്യത്യാസം വന്നു. ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ അത് നല്ലൊരു വ്യത്യാസം വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതായത് കുമ്പള പോലെ വേറെ ഊതിയിരിക്കുമായിരുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പം ഇത് പൂർണ്ണമായിട്ടും പറ്റിപ്പോകുക. ഒരു 7 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ശതമാനം വ്യത്യാസം നിങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഔഷധം? നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ വലിയ ഹാർഡായിട്ടുള്ള നമ്മുടെ ബോഡിക്ക്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്ന, ദാറ്റ് മീൻ ഒരു പ്രശ്നമുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു മരുന്നുകൾ ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഇത് സിമ്പിൾ മരുന്നാണ്. കുറച്ച് കാര്യം മാത്രം. ഒരു 7 ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു മരുന്നും കൂടി 7 ദിവസം കുടിച്ചാൽ മതി, കൂടെ വയർ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കെൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഒക്കെ ഇട്ട് തന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. അപ്പോൾ ഇനി നമുക്ക് അത് തന്നെ ഇവിടെ ടോപ്പിക്കോട്ട് പോകും. ഓക്കെ, അപ്പോൾ കുടവയർ. ഈ കുടവയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതിനകത്ത്. കുറച്ച് ഗ്യാസ്, കുറച്ച് എയർ, ഗ്യാസ് മീൻസ് എയർ, കുറച്ച് വായു. ഓക്കെ, കുറച്ച് ഫാറ്റ് മീൻസ് കൊഴുപ്പ്. ഓക്കെ, കുറച്ച് വാട്ടർ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് ചേർന്നതാണ് കുടവയർ. ഇത് ഏത് സമയത്തും കുടവയർ കൂട്ടാം, ഏത് സമയത്തും കുടവയർ കുറയ്ക്കാം. ഓക്കെ, ചില വ്യക്തികൾക്കാണെങ്കിൽ കുടവയർ വേണം, അതില്ലെങ്കിൽ അവർ ഒക്കത്തില്ല. കാരണം ഈ കൂടുതൽ മാത്സ് ഒക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്, കണക്ക് എഴുതുന്ന ആൾക്കാർ. ഈ പണികൾക്ക് പോകുന്നില്ലേ, മാത്സ് ആയും കൂടുതൽ എഴുതുന്നത്. അത് എഴുതും കൊണ്ട് തന്നെ ബുക്കെടുത്ത് ഇവിടെ വെക്കും. ഇവിടെ മുകളിൽ വെച്ചിട്ട് എഴുതും. ഇങ്ങനെ എഴുതും ബുക്കെടുത്ത് മുകളിൽ വെച്ചിട്ടേ വയറിൽ ബുക്ക് വെച്ചിട്ട് എഴുതുന്ന ആൾക്കാരോട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സൈറ്റിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. വാസ്തവമായിട്ട് കാര്യം നോക്കാൻ പോയാണ്. ആ സമയത്ത് അവിടെ സൈറ്റിലുള്ള മുതലാണ് ഒരു ബുക്ക് എടുത്ത് ഈ വയറിൽ വെച്ച് എഴുതുകയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രത്യേകിച്ച് കുടവയർ വളർത്തുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പുരുഷന്മാർക്കും ഈ ഒരു മരുന്ന് ഫലമാണ്, സ്ത്രീകൾക്കും ഈ ഒരു മരുന്ന് ഫലമാണ്. പക്ഷെ ഞാനത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു മരുന്ന് സജസ്റ്റ് ചെയ്തത്. കാരണം പുരുഷന്മാരാകുമ്പോഴത്തേക്കും ഡ്രിങ്ക്സ്, ബിയർ അതും ഇതൊക്കെ കഴിച്ചിട്ട് ഇത് ചെയ്താൽ ഫലം കിട്ടത്തില്ല. ഡ്രിങ്ക്സ്, ബിയർ പോയി കുടിച്ചിട്ട് ഇത് കഴിച്ചാൽ ഫലം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു ഔഷധം സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്ത് ഈ ഒരു ഔഷധം കുടിച്ചാൽ മതി, കൂടെ വയറ് പറ്റും, സ്ലിം ആവും. സ്ലിം മീൻസ് വണ്ണം കുറയത്തില്ല, വയറ് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ആഗ്രഹം? വണ്ണം പോകാൻ പാടില്ല, വണ്ണം കുറയണം, നല്ല വണ്ണം വേണം, പക്ഷേ കൂടെ വയറ് പാടില്ല. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരഘടന അനുസരിച്ച് പ്രസവശേഷം വയറിലുള്ള പേശികൾ ലൂസാവും. ആഫ്റ്റർ ഡെലിവറി വയറ്റിലെ പേശികൾ ലൂസാവും. അപ്പം എന്ത് സംഭവിക്കുക? അവിടെ അത് തൂങ്ങിക്കിടക്കും. പിന്നെ അത് കയറി
ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് കൊഴുപ്പ് കയറി, വാട്ടർ കണ്ടന്റ് കയറി, വീഴ്ത്തി കഴിക്കും. ഓക്കെ, ഈസിയായിട്ട് മാറ്റാം. പേടിക്കുന്നു, വിഷമിക്കുന്നു. കിടുന്ന മരുന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔഷധം കഴിക്കും മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഓക്കെ, ഡെയിലി ഒരു 20 മിനിറ്റ്, ഡെയിലി ഒരു 7 ദിവസം കേട്ടോ. 7 ദിവസമാണ് നമ്മൾ ഈ മരുന്ന് കഴിക്കാൻ പോണത്. ഈ 7 ദിവസവും ഡെയിലി ഒരു 20 മിനിറ്റ് നിങ്ങൾ വ്യായാമം ചെയ്യണം. ഓക്കെ, ജിമ്മിൽ പോവുക, വീട്ടിൽ ഇരുന്നാൽ ചെയ്യാം. ജിമ്മിൽ പോയില്ലേ കുഴപ്പമൊന്നുമില്ല, വയറൊറ്റിക്കാൻ വേണ്ടിയല്ലേ, സിമ്പിളാണ്. ഓക്കെ, കുറേ ജമ്പ് ചെയ്യുക, സ്കിപ്പിംഗ് ചെയ്യുക, ചുമ്മാ നടക്കുക, ടെറസിന് മുകളിൽ നടക്കുക, അങ്ങോട്ട് നടക്കുക. 20 മിനിറ്റ് എന്തെങ്കിലും ചെയ്യുക. 20 മിനിറ്റ് ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മടി വിചാരിക്കുന്ന ബോഡി നല്ല ഷേപ്പായിട്ട് സ്ലിമ്മായിട്ട് സൂപ്പറായിട്ട് വരും. 10 പേര് കണ്ടാൽ അങ്ങനെ നോക്കും, സെറ്റ് ചെയ്യാൻ പൊളി, സെറ്റ്. ഇന്ന് നോക്കൂ, ഇങ്ങനെ നോക്കുമെന്ന് അത്രയും കിടുന്ന ഔഷധം. അത് വയറൊക്കെ ചൊട്ടി ഉള്ളോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് അതേപോലെ ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ എന്താ ചെയ്യണ്ടേ, ഒരു 20 മിനിറ്റ് എന്തെങ്കിലും വ്യായാമം ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ നടക്കുക, കുറേ ജമ്പ് ചെയ്യുക, അത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രമിച്ചാൽ ടൈം കിട്ടും. 20 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, 24 മണിക്കൂർ വരെ 20 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 2 ചപ്പാത്തി, അല്ലെങ്കിൽ 2 ഗോതമ്പ് ദോശ. അതിപ്പോൾ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമല്ല, ഗോതമ്പ് ഇഷ്ടമല്ല, 2 അരിദോശ കഴിച്ചോ, 2 ഇഡ്ഡലി കഴിച്ചോ, 3 ഇഡ്ഡലി ആരും കുഴപ്പമില്ല, കഴിച്ചോ. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു 3 മുട്ടയുടെ വെള്ള കഴിക്കുക. മഞ്ഞക്കറി തുടങ്ങില്ല കേട്ടോ. മഞ്ഞക്കറി കാണുമ്പോഴേ ചില ആൾക്കാർക്ക് കൊതിയൊക്കെ വരും, എടുത്ത് തലയിൽ കിട്ടിയിട്ട് വറ്റയും ഇതൊക്കെ വരും. ഓക്കെ, എന്നിട്ട് ആ വെള്ള മാത്രമേ, അങ്ങനെ എഗ് വെയിറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ 3 എണ്ണം കഴിക്കുക. എത്ര എണ്ണം കഴിക്കണം? 3 എണ്ണം കഴിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിയോ ദോശയോ കഴിക്കുക. പിന്നെ കറി കൂട്ടാനുകളൊക്കെ ഒരുപാട് ഒഴിച്ച് കഴിക്കാതിരിക്കുക. മസാല ഐറ്റംസ് കുറയ്ക്കുക, എരിവ് പുളി കുറയ്ക്കുക, മസ്റ്റാർഡ് കുറയ്ക്കുക. ഓക്കെ, ഇത് നിങ്ങൾ അടുത്ത വീണ്ടും ഉച്ചയാകുമ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു 200 ഗ്രാം ചോറ്, പ്രത്യേകം ശ്രദ്ധിക്കുക, 200 ഗ്രാം ചോറ്. ഓക്കെ, 200 ആയില്ല, 200 ഗ്രാം ചോറ്. ഓക്കെ, അങ്ങനെ ഒരു അരപ്പാത്രം ചോറ് എടുക്കുക. ചോറ് കഴിച്ച് കുഴപ്പമില്ല. അതിൻ്റെ കൂടെ കുറച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ, സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ മീനങ്ങ് ഒരു 7 ദിവസം സ്കിപ്പ് ചെയ്യുക. മീന് 7 ദിവസം സ്കിപ്പ് ചെയ്തിട്ട് ഒരു 3 പീസ് ചിക്കൻ കഴിക്കുക. 3 പീസ് ചിക്കൻ, അതായത് ചാറോടെ കഴിക്കല്, ചെസ്റ്റ് പീസ് കൂടുതൽ കഴിക്കുക. ഒരു 3 പീസ്. ഓക്കെ, ഒരു 200-250 ഗ്രാം ചിക്കൻ ഉച്ചയ്ക്ക് കഴിക്കുക. ചിക്കനും ചോറും സൂപ്പറല്ലേ? ഓക്കെ, അതായത് മസാല കുറച്ച് കഴിക്കുക, ചാറ് കൂട്ടണ്ട, കഷ്ണം മാത്രം കഴിക്കുക. ഓക്കെ, എന്നിട്ട് പ്രോപ്പറായിട്ട് അവിയലോ തോരനോ ഉണ്ടെങ്കിൽ എണ്ണ കുറച്ച് കറി വയ്ക്കുക, കഴിക്കുക. ഓക്കെ, ഇനി അതിനുശേഷം, അതായത് ചില ആൾക്കാർക്ക് വിശപ്പ് നിൽക്കത്തില്ല. അപ്പം എന്താ ചെയ്യണ്ടേ? കൂടെ ഒരു ചപ്പാത്തിയോ ഒരു ദോശയോ, അതായത് ഗോതമ്പ് ദോശയോ കൂടെ ഒന്ന് വെച്ച് കഴിച്ചാൽ ആ വിശപ്പ് അങ്ങ് നിൽക്കും. ഓക്കെ, അങ്ങനെ അത് കഴിക്കുക. അടുത്ത് രാത്രിക്കുള്ള ആഹാരം 8 മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം. രാത്രിക്കുള്ള ആഹാരം 8 മണിക്ക് മുമ്പ് കഴിക്കുക. ഒരു 3 ചപ്പാത്തി, ഒരു 3 എഗ് വെച്ച് മുട്ടയുടെ വെള്ള, പിന്നെ എന്തെങ്കിലും വല്ല കറി ഉണ്ടെങ്കിൽ കഴിക്കുക. സലാഡ് മസ്റ്റാ കഴിക്കുക. അതേപോലെ തന്നെ രാത്രി ഇത്ര കഴിച്ചല്ലോ. രാത്രി ഇനി ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് 1 ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസോ 1 ഗ്ലാസ് കുക്കുമ്പർ ജ്യൂസോ കുടിച്ചിരിക്കണം. കുടിച്ചിരിക്കണം. ഓക്കെ, അപ്പോഴേ ഇത് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഔഷധം 7 ദിവസം കഴിക്കുമ്പോൾ ഉള്ള ഡയറ്റ് പ്ലാൻ. അപ്പോൾ മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ നിങ്ങൾ അനുസരിക്കണം. ഒരു വ്യത്യാസം വരണ്ടേ? നിങ്ങൾക്ക് വേണ്ടി പറയുക. ഓക്കെ, അപ്പോൾ വ്യത്യാസം വരണം. ഓക്കെ, അപ്പോൾ ഈ 7 ദിവസം ഇതേപോലെ തന്നെ ഫുഡ് കഴിക്കുക. നല്ല ആരോഗ്യം ഉണ്ടാകും, പേടിക്കൊന്നും വേണ്ട, നല്ല ആരോഗ്യം. ഓക്കെ, ഇപ്പോഴും ചില ആൾക്കാർ പറയും, ഇവ ഇത്രയും പറയുന്നുണ്ടല്ലോ, ഇവന് ഭയങ്കര പാന വയറായി, ഇവന് വയറ് കാണിക്കുന്നില്ല, ഇവൻ കള്ളനാണ്, ഇവന് കുടവേറാണ്, കാണുമ്പോൾ ഭയങ്കര വണ്ണമാണ്, ചക്ക വലിക്കണം, ഊറ്റി വയറുണ്ടാവില്ല, ഇതും വെച്ചുകൊണ്ടാണ് ഇവ ഈ കിടന്ന് വീഡിയൊക്കെ ഉണ്ടായി തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയും, പറഞ്ഞുകൊണ്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും എനിക്കറിയാതെ നിങ്ങൾ ചില വ്യക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ നിന്റെ വയറൊന്ന് കാണിക്കടാ, നിന്റെ ഊത്തി വേറെ കാണിക്കടാ, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ, നിന്റെ വയറെ കണ്ടിട്ടേ ഞാൻ ഇനി മരുന്ന് കഴിക്കുന്നുള്ളൂ. അങ്ങനെ വാശി പിടിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. പിന്നെന്താണ്, കാണിച്ചു കളയാമല്ലോ.
ഓക്കെ അല്ലേ അല്ലേ? ഓക്കെ, ഇതേ കണ്ടല്ലോ, ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ കഴിക്കുക. ഇന്നത്തെ കാലത്ത് ആൾക്കാർ പറയണത് ഒരു മരുന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും മറ്റേ ആ വ്യക്തി ഭയങ്കര 100% പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു മുടി ഒരു തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ പാടില്ല, താടി കൊഴിഞ്ഞു പോകാൻ പാടില്ല, മീശ ഫുള്ളുണ്ടായിരിക്കണം, താടി മുടി മീശയൊക്കെ വേണം, പിന്നെ കൈ പിന്നെ ഇങ്ങനെ ഞൊട്ടിയിരിക്കാൻ പാടില്ല, നല്ല മസിലിനായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്കൊരു അസുഖമുണ്ട്, പ്രശ്നമുണ്ടെങ്കിൽ അത് മാറാനുള്ള പോംവഴിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ പറഞ്ഞു തരുന്ന ആളുടെ വൈകല്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, സംസാര രീതികൾ, തലയെ മുടിയില്ല, അപ്പം തലയെ മുടിയാത്ത ആളുണ്ടായി സ്ട്രോക്ക് കൊണ്ടുണ്ടാവും, അതുപോലെ മറ്റേതെങ്കിലും അസുഖങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും. അസുഖങ്ങളും രോഗങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തി ലോകത്തില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ലോകത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ മരുന്ന് കഴിച്ച് നിങ്ങളുടെ കൂടെ വേറെ പറ്റും, കൺഫേം ആണ്. വേണമെങ്കിൽ കഴിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് ചെയ്യേണ്ടത്, ഇതിനു വേണ്ടി ചെയ്യേണ്ടത് അതിരാവിലെ ഒരു 5 മണിക്കായാലും കുഴപ്പമില്ല, 5 മണിക്കും ഒരു 7 മണിക്ക് ഇടയ്ക്ക്, 5 മണിക്കാണ് ബെറ്റർ ടൈം. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റ് ഒരു 1.5 ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് ഒരു പാനിൽ ഒഴിക്കുക, ഒരു പാത്രത്തിൽ ഒഴിച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അതിലേക്ക് ഒരു 10-15 തുളസിയില, 10-15 തുളസിയില ഇടുക. ഓക്കെ, എന്തിട്ട്? തുളസിയില ഇട്ടു. ഇപ്പോൾ ചില വിദ്വാദികൾ പറയും അത് നമ്മുടെ വീട്ടിൽ തുളസിയില്ല, അപ്പുറത്തെ വീട്ടിലാണ് തുളസി ഉള്ളത്, നമ്മളിനി പോയി ഗേറ്റ് കയറി ചാടി വന്ന് പറിച്ചെടുത്തോണ്ട് ഇവിടെ ഇടേണ്ടി വരും, കുറ്റിക്ക് അടിയും കിട്ടും. ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ വിഷമിക്കേണ്ടത്, അതിന് ഓപ്ഷൻസ് ഉണ്ടെന്ന്. ഓപ്ഷൻ സിസ്റ്റം കടക്കയല്ലേ? ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ആയുർവേദ ഷോപ്പിൽ പോയിട്ട് ഈ തുളസി എല്ലാം ഉണക്കി വെച്ചിരിക്കും, സ്റ്റഫ് ആക്കി വെച്ചിരിക്കും. ഓക്കെ, അഥവാ ഇനി സ്റ്റഫ് തുളസിയിലേക്ക് ഇട്ടിട്ട് വിഷമിക്കേണ്ട, ഇത് പൊടിച്ചു വെച്ചിരിക്കും, അത് മേടിക്കുക. അതിൽ നിന്നും ഒരു 1/4 ടീസ്പൂൺ, എത്ര ടീസ്പൂണ്? 1/4 ടീസ്പൂൺ കേട്ടോ. ഓക്കെ, അതിൽ നിന്നും 1/4 ടീസ്പൂൺ എടുക്കുക, ഈ വെള്ളത്തിടുക, തിളപ്പിക്കുക. ഇതിങ്ങനെ ഇട്ട ശേഷം വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ 2-3 പീസ് പട്ട ഇട്ട് കൊടുക്കുക. പട്ട മീൻസ് ഇറച്ചി വയ്ക്കുമ്പോൾ ഇടുന്നില്ലേ, കറുവപ്പട്ട. എന്തിനു പട്ട? കറുവപ്പട്ട. ഓക്കെ, അതിന് 3-4 പീസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 ഗ്രാമ്പ്, മാക്സിമം പോയ 5 ഗ്രാമ്പ് ഓക്കെ ഇട്ട് കൊടുക്കുക. ഈ ഒരു ഔഷധം കുടിക്കുന്നതുകൊണ്ട് കുടവേദന മാത്രമല്ല പോകുന്നത്, നിങ്ങളുടെ ബോഡിയിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അത് മാത്രമല്ല ബ്ലഡ് ശുദ്ധിയാകും, കഫത്തിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ, ഫാറ്റ് പൂർണ്ണമായിട്ടും, അതായത് ബാഡ് കൊളസ്ട്രോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ബോഡി വിട്ട് മാറിപ്പോകും. ഒരുപാട് ഉപയോഗമാണ് ഈ മരുന്നുകൊണ്ട്, ഒത്തിരി ഉപയോഗമാണ്. ഞാൻ കള്ളം പറയുന്നതല്ല. നിങ്ങളുടെ ഒന്ന് ആരെയും കള്ളം പറയും, ഞാൻ കള്ളം പറയൂ. നിങ്ങൾ ഇത് കണ്ടോ കൈ ഉണക്കിക്കൊണ്ടിരിക്കുക. സാധനത്തിന് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് ഇതുപോലെ ഉണക്കുന്നുണ്ടെങ്കിൽ നിഴലിൽ ഉണക്കുക, വീട്ടിൻ്റെ അകത്ത് വെച്ചാൽ ഉണങ്ങിക്കോളും. ഒന്ന് കഴി കുളഞ്ഞെടുത്ത് വെച്ച് അവിടെ ഇത് ഉണങ്ങിക്കോളും കേട്ടോ. ഞാൻ ഇതാ കഴിക്കുന്നത്, ഞാൻ കഴിക്കുന്ന മരുന്നാണ്, ഇത് കിടില മരുന്നാണ്. ചുമ, ജലദോഷം, കഫക്കെട്ട് ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ വിചാരിച്ചല്ലേ ഞാൻ കള്ളം പറഞ്ഞല്ലേ? ഇപ്പം മനസ്സിലായില്ലേ? ഉണ്ടല്ലോ. ഞാൻ കള്ളം പറഞ്ഞ വ്യക്തിയല്ല, ഞാൻ ഉള്ളതേ പറയത്തുള്ളൂ. ചില ആൾക്കാരുള്ളൂ മരുന്ന് കുടിച്ചില്ലേ, ആയുർവേദത്തിന് മരുന്ന് കുടിച്ചിട്ട് ഹോട്ടലിൽ പോയി പുക്കയ്ക്ക് തീറ്റി, ഓടിക്കട്ട തീറ്റി, 2-3 മുട്ടയൊക്കെ ആഴ്ച കയറി കൊടുക്കും. നീ എവിടെ പറ്റും? നിങ്ങളെ പറയാറ് പറ്റില്ല. ചെയ്യേണ്ട കാര്യം ചെയ്താൽ കുറേ പറ്റും. ഇത്തിരി മണം, ഇതിൻ്റെ മണം കിട്ടും. മണം ഇത് നമ്മൾ ലയിച്ച് ടേസ്റ്റായിട്ട് കുടിച്ചു പോവും. സൂപ്പർ സാധനമാണിത്, മനസ്സിലായില്ലേ? ഞാൻ കള്ളം പറഞ്ഞല്ല. കേട്ടോ, ഇനി പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ തുളസി ഇതുപോലെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഇതിനെ നിഴലിൽ ഉണക്കുക. എന്നിട്ട് ഇല ഉതിർത്തെടുക്കുക, ഒടിച്ചിട്ട് പൊടിയാക്കി എടുക്കുക. ഒരു 1/4 ടീസ്പൂൺ വീതം ഉപയോഗിക്കുക. ഇത് ഒന്നുമില്ലെങ്കിലും ചൂട് പാല് കലയെ കുടിച്ചാൽ മതി. ചൂട് പാലില്ല, പാല് മേടിക്കാൻ പൈസ ഇല്ല, തുളസി ഇല കൊണ്ട് ഉണക്കി പൊടിച്ചിട്ട് കലയെ കുടിച്ചാൽ മതി. എന്ന് കുറേ വെക്കില്ല, ഒന്നും വെക്കില്ല. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. ചുമ, പനി, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല, കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല, ബ്ലഡ് ശുദ്ധീകരിക്കും, ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഇത്രയും കാര്യമുണ്ട് ഇതിനകത്ത്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ
എന്താ ചെയ്യട്ടെ? ഇതിന് ശേഷം നമ്മൾ എവിടെ നിന്ന് പറഞ്ഞു? തുളസിയിലെ പൊടി, ഇലയാണെങ്കിൽ 5-10 ഇല, പിന്നെന്തുവാ, പട്ട 2-3 പീസ് പട്ട, ഒരു 5 ഗ്രാമ്പ് ഇത്ര പതിക്കും. ചെറുതീ തിളപ്പിച്ച് 1/2 ഗ്ലാസ് വെള്ളം വറ്റിച്ചിട്ട് ബാക്കിയുള്ള 1 ഗ്ലാസ് വെള്ളം ഇളം ചൂടോടുകൂടി കുടിക്കുക. ഇളം ചൂടോടുകൂടി കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം, അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ട്, ജീവിത സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഓരോ മണിക്കൂറും ഗ്യാപ്പിട്ട് ഓരോ ഗ്ലാസ് ചൂട് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് എത്ര ഹോട്ടായിട്ട് കുടിക്കാൻ പറ്റുമോ അത്രയും ഹോട്ടായിട്ട് കുടിക്കുക. തൊണ്ടയിൽ പുള്ളി പോലും പരിധി ചൂട് നമുക്കറിയാലോ, ഒരു ചൂട്, ആ ചൂട് കുടിക്കുക. ഓരോ മണിക്കൂർ ഗ്യാപ്പ് കുടിക്കുക. ഓരോ മണിക്കൂർ ഗ്യാപ്പിട്ട് ഓരോ ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ഒരു 4-5 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. 5 മണിക്കൂറിനകത്ത് സ്റ്റോപ്പ് ചെയ്യുക. 5 ഗ്ലാസ് വെള്ളം കുടിച്ചു, 5 ഗ്ലാസ് ഹോട്ട് വാട്ടർ കുടിച്ചാൽ മതി. പറ്റുമെങ്കിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ ഗ്യാപ്പിട്ട് കുടിച്ചാൽ മതി, 3 മണിക്കൂർ ഗ്യാപ്പിട്ട് കുടിച്ചാൽ മതി. നിർബന്ധമല്ല. ഇതുകൂടി ചെയ്താൽ ഒരു 3 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് വരും, കൺഫേമാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, ഇതേപോലെ പ്രശ്നങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വീഡിയോ ഷെയർ ആയി കൊടുക്കുക. വീഡിയോ മാക്സിമം ഷെയർ ആയി കൊടുക്കുക. ഒത്തിരി പേർക്ക് പ്രശ്നമുണ്ട്, അസുഖമില്ലെങ്കിൽ. കാരണം ചില ആൾക്കാരുണ്ടോ, ഞാൻ കണ്ട വീഡിയോ എൻ്റെ കുറേ എൻ്റെ വീട്ടുകാർ മാത്രം പറ്റിയാൽ മതി, അപ്പുറത്തുള്ള അവൻ്റെ അവളുടെ വയറ് പറ്റല്ലേ, അത് ഊരി പെരുകി വേണം, വീഴ്ത്ത് പൊട്ടണം, ഇത് കണ്ടില്ലെങ്കിൽ രസിക്കണം, ചിരിക്കണം, ആഹ്ലാദിക്കണം. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. വീഡിയോ മാക്സിമം ഷെയർ ആകട്ടോ. അപ്പോഴൊക്കെ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു അറിവുമായിട്ട് പുതിയൊരു വീഡിയോ വെച്ച് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.